നമസ്കാരം എല്ലാവർക്കും. നമ്മളിപ്പോൾ ഉള്ളത് മറ്റേ ചിറ്റൂര് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നേരം വെളുത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല നല്ല രാത്രി ഇട്ട് പോകുന്നത് സാഹചര്യം ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിറ്റൂര് കഴിഞ്ഞ് ഗുഡിയാട്ടം റോഡിലേക്ക് വേണ്ടി തിരിച്ചിരുത്തിക്കണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ യാത്രയിലേക്ക് എൻ്റെ കൂടെ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് യാത്ര തുടങ്ങാം കേട്ടോ. ഇവിടുന്ന് എൻ്റെ കുട്ടി ഇവിടെ നിൽക്കണം. നമ്മളെ തിരുപ്പതി 73, ബാംഗ്ലൂർ 177. ചായ കുടിക്കണം, എന്നിട്ട് വണ്ടി എടുത്തോണം. തണവില്ല, വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തണവുണ്ട് കേട്ടോ, നല്ല തണവുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് വണ്ടി എടുത്ത് പോട്ടെ. ഞാനീ വഴിക്ക് 4 പേര് വണ്ടി കൊണ്ട് ആദ്യമായിട്ടാണ് ഈ കുടിയോട്ടം വഴിക്ക് പറഞ്ഞത്. അപ്പോൾ അത് കാരണം ചെക്ക് പോസ്റ്റിലൊക്കെ നിർത്തി തന്നെ പോട്ടെ വരും. അപ്പോൾ കാലത്തിന് എണ്ണം വിളിച്ചപ്പോൾ പറഞ്ഞു ഈ ചെക്ക് പോസ്റ്റൊക്കെ നിർത്തി തന്നെ പോയാൽ മതി ഒന്നും പറഞ്ഞ് പോകണ്ട പറഞ്ഞു. ഈ വഴിക്ക് പോകുമ്പോൾ നമുക്ക് ഞാൻ പല വീടുകളും പറഞ്ഞില്ല, ചെറുവണ്ടി കൂടെ ഒരു നമുക്ക് സുഖമായിരുന്നു. ഇത് ചിലവൊന്നുമില്ല, 20 രൂപ വെച്ച് കൊടുത്തായിന്ന് പറഞ്ഞാണ്. ഇതൊക്കെ പുളിമരങ്ങളാട്ടോ, പുളിമരങ്ങൾ. ഒരു കോഴി ഫാമാണ്, കോഴി ഫാം. എന്തോ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഫാം ഉണ്ടോ, കോഴികളുണ്ടോ? ഇതുണ്ട ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ഫില്ലിംഗ് സ്റ്റേഷനാണ്. ഇന്ത്യൻ ഓയിൽ പെട്രോളിൻ്റെ ഒരു ഫില്ലിംഗ് സ്റ്റേഷനാണ്. ഇന്ത്യൻ ഓയിൽ ഇതാണ്. 2 സൈഡിലും വണ്ട പുളിമരങ്ങളാണ്, പുളിമരങ്ങൾ. കായായി തുടങ്ങിയിട്ടുണ്ട്, കായുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പൊട്ടി പൊളിഞ്ഞ വഴിയാ, പഴയ അവസ്ഥ ഞാൻ ഇപ്പോഴും നോക്കിയ ഓരോ വണ്ടി നിന്നിട്ട് ഇപ്പറേന്ന് കല്ല് കൊണ്ട് പോയി നോക്കിയ ഷോ എന്താ ചെയ്യല. ഞാൻ പറഞ്ഞാണ്ട് ഒരു ബസ് പറഞ്ഞാണ്ടാ, അത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് കേട്ടോ. ഈ തമിഴ്നാട് ബോർഡർ വരെ ഇതാണ് അവസ്ഥ. അതൊന്നുമില്ല, ഒരു 10 കിലോമീറ്ററോളം. ഈ പറഞ്ഞ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്. രസമല്ല, നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ് പോലെ. മാർബിൾ ഉണ്ടാക്കുന്ന ഒരു വണ്ടൻ കമ്പനി ഉണ്ടോ, ഗ്രാനൈറ്റ് ഉണ്ടാക്കേണ്ട വണ്ടൻ കമ്പനി. എന്തിട്ടാ പൈയുടെ അവസ്ഥ നോക്കിയ. ഞാനങ്ങനെ ഇടയ്ക്കുന്ന വീഡിയോ പിടിക്കുന്നത്. ഇത് മടിയുമ്പോൾ നമ്മളാ നേരത്തെ ആശയം പിടിച്ചില്ല, അവിടുന്ന് തൊട്ട് ഇനി ബോർഡർ വരെ ഇതാണ് അവസ്ഥ. അത് നടന്ന് പറഞ്ഞ നമ്മളങ്ങനെ ബോർഡർ ആയിട്ടോ, ബോർഡർ ചെക്ക് പോസ്റ്റായി. ഇനി ഇവിടുന്ന് നമ്മൾ നല്ല വഴിയാ. ഇതൊക്കെ നമ്മൾ ആർമിയിലോട് നമ്മൾ ചെറുവണ്ടി ചാടിച്ച് പോകാറില്ല, അത് നടത്തണം നമ്മള്. ആർമിയിലോട് പറഞ്ഞാൽ നമ്മൾ ചാടി പോകാറോ, കൊടുക്കാൻ പറ്റില്ല, കൊടുത്തു പോകണം. അത് ഇല്ല, 20 രൂപയുടെ കേസുള്ളൂ. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ കയറിയപ്പോ വണ്ടിന്ന് മൂവായി. നമുക്ക് ഈ വഴിക്ക് വരുമ്പോഴേ ഗുണം എന്താ പറയാ, മറ്റേ വെല്ലൂർ വഴിക്ക് പോകണേനൊക്കെ തമ്മിലൊരു 40 കിലോമീറ്റർ കുറയുകയും ചെയ്യും. ഒരു ടോൾ ലാഭം കിട്ടും, 2 RTO ലാഭം കൂടി. ഈ വഴിക്ക് RTO ഇല്ല. 2 RTO എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഒരു 400, 300, 700 രൂപ ടോൾ, ഒരു 500 രൂപ, 1200 രൂപ. പിന്നെ 40 കിലോമീറ്റർ കൊടുത്തത്. ഈ 10 കിലോമീറ്റർ മാത്രമേ വഴി മോശമുള്ളൂ. ഇത് അടുത്ത പട്ടിക്കോള് പിരിവാണ്, പിരിവ് പ്രൈവറ്റ് ബസ്സാണ്. റോഡില് മറ്റേ ചാക്കിലോടോ അല്ല അങ്ങനത്തെ ലോഡൊക്കെയാണ് നമുക്ക് കാലെടുത്തത്. അപ്പോൾ നമ്മളെ നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിൽ അതിൽ നടത്തി വരേണ്ട കാര്യമില്ല. ചാക്കിലോടോ അല്ല അങ്ങനത്തെ ലോഡൊക്കെയാണ് നമുക്ക് പൂശിപ്പോവാം. എന്താ കാരണം വെച്ചാൽ വണ്ടിക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോൾ ഇരുമ്പാണ്, അത് കിടത്തിയ ലോഡല്ലേ.
ഇത് നമ്മൾ അങ്ങനെ പൂശി വന്നു കഴിഞ്ഞാൽ എടുത്തടിക്കുകയാണെങ്കിൽ പലക അപ്പം പൊട്ടും. പലക എന്തായാലും അടി പ്ലാറ്റ്ഫോം അപ്പം പൊളിയും. തമിഴ്നാട്ടിലേക്ക് കടന്നിട്ട് ആദ്യത്തെ ഒരു ജംഗ്ഷൻ കിട്ടിയിട്ടാ, ടൗൺ ഏരിയ. ഇവിടേക്കും വഴി മോശമൊന്നുമല്ല, അതേപോലത്തെ അവസ്ഥ തന്നെയാ. അടുത്ത ബസ് SLSPS. മാവിൻതോപ്പാണ് മാവിൻതോപ്പ്. എല്ലാത്തരം മാങ്ങയുണ്ട്. മാങ്ങ ചെറിയ മാവ് കൊണ്ട് വലിയ മാവ് ഉണ്ടോ. ഇപ്പൊ ഒന്ന് വഴി നല്ല വഴി ആയിട്ട് കേട്ടോ. ഈ അടുത്ത വശത്തൊരു കല്ല് കിടക്കണുണ്ടോ. ഇത് എത്ര വർഷമായിട്ട് കിടക്കണത്. ഒരു ട്രെയിലറിൽ നിന്ന് വീണതാണ്. എന്നിട്ട് വന്ന റോഡൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു ഇവിടെ. 5-6 വർഷം കഴിഞ്ഞു കുറഞ്ഞത്. വീടുകൾ ഓരോ വീടുകൾ നോക്കി ഇവിടുത്തെ പാവപ്പെട്ട ഓരോ വീടുകൾ. പുളിമരങ്ങളാണ് പുളിമരങ്ങള്. ഇങ്ങനെ ഈ വഴി കുറച്ച് ദൂരം നല്ല വഴിയാട്ടാ. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും കട്ട വിരിച്ചവിടെ പറഞ്ഞേ, കട്ട വിരിച്ചേക്കണ വഴിയാണ്. തെങ്ങും പറമ്പ് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്കാണെങ്കിൽ കാലെടുത്ത് പോകാൻ പറ്റില്ല. തെങ്ങും തോട്ടങ്ങളാണ്, തെങ്ങും തോട്ടം. ഇത് കണ്ടോ, കുറെ ഭാഗങ്ങൾ കട്ട വിരിച്ചേക്കണം. ഈ കട്ട ഭയങ്കര ചാട്ടാ. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ട് മെയിൻ ഒരു വലിയൊരു ടൗണിലേക്ക് എത്തിയിട്ടാ. ഒരു കാളവണ്ടി പോണ നോക്കിയ കായ്ക്കൊലയായിട്ട്. ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാല് വളമന്നീര്, നമുക്ക് ഇടത്തോട്ടാ പോട്ടെ. ഇതാണ് ഗുഡിയാട്ടം, ചിറ്റൂർ റോഡ് ഗുഡിയാട്ടം. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് ഇട്ടാ. ഗുഡിയാട്ടം ടൗണിലേക്ക് നമ്മൾ ഇടത്തോട്ടാണ് പോവാ. ഇതാണ് ഗുഡിയാട്ടം. ഗുഡിയാട്ടം ടൗൺ ഇവിടെ വലത്തേ വശത്തായിട്ടാണ് കേട്ടോ. ഒരമ്പലം. ഇത് കാണാനാണ് ഗുഡിയാട്ടം ടൗണിലേക്ക് പോകണ വഴിട്ടാ. ആണ് ഗുഡിയാട്ടം. അത് നമ്മളെ ഗുഡിയാട്ടം. ഇതൊരു പുഴയുടെ ഇതാണ് കാണണം കേട്ടോ. തരി വെള്ളം ഉണ്ട് ചെറുതായിട്ട്. ഒരു കാട് പിടിച്ചിടക്കണ്ട. അങ്ങനെ പള്ളിക്കൊണ്ട് ആവാറായി. ഇപ്പൊ നമ്മളാ കണ്ട പുഴയുടെ പാലാട്ടത്. അങ്ങനെ പള്ളിക്കൊണ്ട് ആയിട്ടാ. ഇവിടെ ഒരു 2 ഡേഞ്ചർ വളവുണ്ട്. ഇവിടെ ചെറുവണ്ടി വരുമ്പോ തന്നെ കട്ട് ചെയ്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇതാണ് ആ വളവ്. ഓപ്പോസിറ്റ് നമ്മളെ പുറത്ത് വല്ല വണ്ടി വന്നാലാണ് പണി കിട്ടുക. ദൈവത്തിന് ഒരു വണ്ടിയും വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ ഹൈവേയിലേക്ക് ഇപ്പൊ കയറും കേട്ടോ. നാളെ പള്ളിക്കൊണ്ടോ. വഴിയുടെ വീതി കണ്ടോ. അല്ല ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വലിയൊരു മെയിൻ റോഡൊന്നും അല്ലത്. അത് കാരണം ഇത്ര വീതി ഉള്ളത്. അപ്പൊ അങ്ങനെ ഹൈവേയുടെ അവിടേക്ക് എത്തിയിട്ടാ. ആ മോളിലൂടെ പോണ പാലല്ലേ, അതാണ് ഹൈവ. ഇനി പാലത്തിനടി കൂടെ പോയിട്ട് ഹൈവേയിലേക്ക് കയറണം. നോട്ടമില്ല, അങ്ങോട്ട് വന്നവിടെ കേറുകയാണ് ബൈക്ക്. ഒരു ഇന്നോവ നോക്കിയാ ഇടിച്ചു ഉണ്ടമ്പൂരിയുടെ നോക്കിയാ. ഇടിച്ചല്ല മറിഞ്ഞാന്നുള്ളത്. ഇടിച്ച് മറിഞ്ഞാണത്. അമ്മോ ഫ്രണ്ടും ബേക്കും എല്ലാം മൊത്തം തവിടൂടി. അങ്ങനെ നമ്മൾ ഹൈവേയിൽ വന്ന് കയറിട്ടാ. ഇനി നേരെ കൃഷ്ണഗിരി. ഇവിടുന്ന് ഒരു 80-90 കിലോമീറ്റർ കൃഷ്ണഗിരി ഒറ്റ വരിക. പിന്നെ എന്തെങ്കിലും വല്ല ഹോട്ടലിൽ എവിടെയും കണ്ടതിൽ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചേരം കിടന്ന് ഉറങ്ങണം. എന്നാലും അതിൽ ഉറങ്ങാത്താറേ. ഇപ്പൊ സമയം 9 മണിയായി. 9 മണി. ഹൈവേ ടൗൺ. വില്ലകൾ മറ്റേ പ്ലോട്ടുകളായിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ.
അങ്ങനെ കിട്ടുന്ന മെയിൻ സ്ഥലമാണ് അമ്പൂർ. ചെന്നൈ റോഡാണ്, ചെന്നൈ ബാംഗ്ലൂർ കഴിഞ്ഞിട്ടത്. ഭക്ഷണം കഴിക്കാൻ ഇഷ്ടംമാതിരി ഹോട്ടലുകൾ കണ്ട്, പക്ഷെ വണ്ടി നിർത്താൻ പറ്റുന്ന സൗകര്യമില്ല. വണ്ടി നിർത്താൻ പറ്റുന്നതൊക്കെ വണ്ടി നടക്കുക. ഇല്ലേ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും, ഉറക്കം വരും. അല്ലെങ്കിൽ തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എവിടെ വണ്ടി നിർത്താനുള്ള സൗകര്യം കിട്ടണം ഭക്ഷണം കഴിക്കാൻ. കറണ്ടിൽ ചാർജ് ചെയ്യണണ്ട. തെങ്ങും പറമ്പൊക്കെ നോക്കിയാൽ തെങ്ങും പറമ്പ് നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങിന് വലിയ കായില്ലാട്ടാ. തിരുപ്പത്തൂർ ഡിസ്ട്രിക്ട് വെൽക്കം വ്യൂ. കൃഷ്ണഗിരിക്ക് 88 കിലോമീറ്റർ കേട്ടോ. കൃഷ്ണഗിരി നമ്മുടെ മുമ്പിൽ നോക്കി അങ്ങ് ദൂരെ ഒരു വണ്ടം മല. കണ്ടോ ഹോട്ടലുകളൊക്കെ കാണണ്ട. അവിടെ എല്ലാം വണ്ടികൾ നിർത്തിയിട്ടാണ് പറഞ്ഞത്. ഇവിടെ വണ്ടി നിർത്താനും സൗകര്യമില്ല. ഇവിടെ എന്തേലും ഭക്ഷണം കഴിക്കാണ് നിർത്തിയോടെ. ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തെ ഇവിടെ നിർത്തി കിടന്നിറങ്ങാൻ പറ്റില്ല. കാരണം ഒരു വീല് റോട്ടിലാണ് നിൽക്കണേ. അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ നീങ്ങിയിട്ട് എവിടെയെങ്കിലും നിർത്തി കിടന്ന് ഉറങ്ങാന്ന് വെച്ചിട്ടാണ്. ഇതുണ്ട് ഇവിടെ ഇഷ്ടം പോലെ തെങ്ങും പറമ്പുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ വഴിയൊക്കെ തെങ്ങും പറമ്പുണ്ട്. നമ്മൾ നേരത്തെ ഒരു മല കണ്ടില്ലേ, ആ മല കണ്ട, മലയുടെ തൊട്ടടുത്ത് നമ്മൾ നിൽക്കണപ്പോൾ. എന്ത് വലിയ മലയാന്ന് നോക്കിയേ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ദോശ ഈ വണ്ടി എടുത്തിങ്ങനെ പോട്ടെ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് വണ്ടി എടുത്ത് പോട്ടെ. അടുത്തവിടെ തണൽ കാണുന്നിടത്ത് നിർത്തുക, കിടന്നുറങ്ങുന്നവരുണ്ട് എടുത്ത്. അപ്പോൾ ഇനി കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ, ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങട്ടെ. നന്നായി ഉറക്കമൊന്നു. നമുക്കവിടെ വണ്ടി ഒരു ഹോട്ടൽ പൂട്ടിപ്പോയി, ഒരു ഹോട്ടലിലാണ് വണ്ടി നിർത്താനുള്ള സൗകര്യമുണ്ട്. ഞാൻ വണ്ടി നിർത്തിയിട്ട് പുറത്തുകൂടെ ഇറങ്ങിയില്ല. അങ്ങനെ കിടന്നുറങ്ങണം. ഉറക്കം ഞാൻ എഴുന്നേറ്റിട്ട് ഇനി അടുത്ത ബാക്കിയുള്ള വീഡിയോ ചെയ്യാം. സുഖമായിട്ട് കിടന്നുറങ്ങി. ഉറക്കത്തെ ഇപ്പം എഴുന്നേറ്റുള്ളൂ. അപ്പം ഇനി പോട്ടെ. അപ്പം 3 മണിയായി. ഇനി പോട്ടെ കേട്ടോ. ഇതാണ്ട ഇവിടെ തന്നെ നമ്മൾ വണ്ടി നിർത്തി കിടന്ന് ഉറങ്ങിയത്. നമ്മൾ ഇതന്നെ പറഞ്ഞ ഹോട്ടൽ പൂട്ടിപ്പോയെന്ന് പറഞ്ഞു. ഇതാണ് ഹോട്ടല്. കാരണം നല്ല ഹൈവേ നല്ല ഒതുക്കത്തിലെല്ലാം കിട്ടി വണ്ടി നിർത്താനും. അപ്പം ഇനി പോട്ടെ കേട്ടോ. വണ്ടി എടുത്ത് ഗംഭീര ചൂടാട്ടോ. അടിപൊളി ചൂടാ. ദൂരെ ഓരോ കുന്നുകളൊക്കെ കാണണ്ട. ഇപ്പൊ അണ്ണൻ പറയണത് കൃഷ്ണഗിരി വഴിക്ക് പോകട്ടോ, വേറെ എന്തൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആ വഴിക്ക് പോകാൻ പറഞ്ഞു. ആ വഴിക്ക് തിരുവട്ടൂർ വഴിക്ക് അങ്ങനെ എന്തോ പറഞ്ഞു. ചെറിയില്ല, ഞാൻ പോയിട്ട് ഇതുവരെ. ഈ കാണുന്ന ഏതോ ഒരു പുഴയാട്ടോ. മണല് മാത്രമേ ഉള്ളല്ലോ, വെള്ളം തരി കാണാനില്ല. എനിക്ക് അങ്ങനെ തമിഴ്നാട് ആന്ധ്രയിലേക്കാൾ ചൂട് തമിഴ്നാട്ടിലാകുന്നു കേട്ടോ. ഭയങ്കര ചൂട്, എന്തൊരു തന്നെ ചൂട് നിന്ന് തോന്നണം. അങ്ങനെ നമ്മൾ അമ്പൂരെന്ന സൈഡാ. അമ്പൂ ആരെടുത്തുണ്ടോ ഒരു ടൗണിൻ്റെ നടുക്കൂടെ ഈ വണ്ട പാല പണിയാർക്കൊക്കെ കഴിയാറായി. ഇവിടുത്തെ പ്രൈവറ്റ് ബസ് നമ്മുടെ നാട്ടിലെ മാത്രം പ്രൈവറ്റ് ബസ്സിനും കളറക്കോട്, ടൂറിസ്റ്റ് ബസ്സിനും കളറക്കോട്. നമ്മളങ്ങനെ തിരിയേണ്ടത് ഏറെക്കുറെ ആവാറായിട്ട് കേട്ടോ. ഇതുണ്ടോ തിരുപ്പത്തൂർ എന്നുള്ള പോലെ ഉണ്ടോ? തിരുപ്പത്തൂര് നമ്മൾ ആ റോഡിക്ക് തിരി, തിരുപ്പത്തൂർ റോഡിക്ക് തിരി. നമ്മൾ ഈ വഴിക്കാണ് നമ്മൾ പോകാൻ. ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ട് പോകണം കേട്ടോ. അണ്ണനോട് പറഞ്ഞ പോലെ തിരുപ്പത്തൂർ വഴിക്ക് വന്നാൽ ഇത് പറഞ്ഞു. ടോള് കുറവുണ്ടായിരിക്കും, അതായിരിക്കും. അത് സാധാരണ കൃഷ്ണഗിരി വഴിക്കാണ് പോവാറ്. ആ വണ്ടി പോണ വഴിയില്ല, അതാണ് നമ്മൾ സാധാരണ പോകുന്ന വഴിയായില്ല. നേരെ കൃഷ്ണഗിരിന്ന് തൊപ്പൂര്, ശങ്കേരി അങ്ങനെയൊക്കെയാണ് പോവാറ്.
നമ്മളെ ആ തിരുപ്പത്തൂർ റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ അതെ നോ എൻട്രി ആണ്. ഇവിടുത്തെ ഒരു 1 കിലോമീറ്റർ പുറകിലാണ് നമ്മൾ തിരിഞ്ഞു. അവിടെ നോ എൻട്രി ആണ്. അപ്പോൾ വണ്ടി അവിടെ അതിൽ വിടില്ല. അത് 9 മണി കഴിഞ്ഞിട്ട് വിടുള്ളതല്ലേ. സംഭവം അവിടെ 130 കിലോമീറ്റർ ഉള്ളു സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് തന്നെ 60 കിലോമീറ്റർ കൃഷ്ണഗിരി. വഴി ലാഭമാണ്, പക്ഷേ 9 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിർത്തി ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ എൻ്റെ പണ്ണോട് ചോദിച്ചിട്ടുണ്ട്, പണ്ണം എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞില്ല. ഇതേപോലെ ചെയ്യാൻ വെച്ചില്ല. നമ്മള് റൂട്ട് മാറ്റി നമ്മൾ കൃഷ്ണഗിരി വഴിക്ക് തന്നെ പോണേ. കാരണം അണ്ണൻ പറഞ്ഞു ആ വഴിക്ക് വരണ്ടാന്ന് പറഞ്ഞു. കാരണം അതിൽ 10 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യണം. അതിൽ കയറിപ്പോയി 10 മണി വേണം. ടോള് കൊടുക്കാണ്ട് പോരാം, അതൊരു ലാഭം. വേറെ ഒന്നുമില്ല, കിലോമീറ്ററൊക്കെ സേവാന്ന് പറഞ്ഞാൽ ടോളില്ലാണ്ട് വരാം. നേരെ കൃഷ്ണഗിരി നമ്മളെ സ്ഥിരം റൂട്ട്. 2 മണിക്കൂറോടെ വണ്ടി നിർത്തിയിട്ട് വലിയ ഗുണമായിട്ടോ. എന്തിട്ടായിരുന്നു ചൂട്, ഭയങ്കര ചൂട്. ഇവിടുന്ന് കൃഷ്ണഗിരിക്ക് അതിൻ്റെ ഇല്ല, 40 കിലോമീറ്റർ ഉള്ളൂ. തെങ്ങുംപറമ്പൊക്കെ നോക്കിയാൽ തെങ്ങുംപറമ്പോള് നമ്മളിപ്പോൾ യാത്ര ചെന്നൈ ബാംഗ്ലൂർ ഹൈവേ കേട്ടോ. ചെന്നൈ ബാംഗ്ലൂർ ഹൈവേയിൽ നമ്മളിപ്പോൾ യാത്ര. കാറ്റാടിയുടെ പങ്ക പോണോ നോക്കിയ കാറ്റാടി എത്ര എണ്ണം നോക്കി. 1 എന്താ നീളല്ലേ, 3 4 വണ്ടിയുണ്ട്. നാല് വണ്ടിയാണ്. കൊറേ ഉണ്ട് കാറ്റാടി. ആ പാടത്തിന്റെ ഒരു അമ്പലം ഉണ്ട്. എന്തോരം വീടുകളാന്ന് നോക്കിയാ, കണ്ടമാനം വീടുകളുണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത ഉണ്ടാ. ഇത്രയും വീടുകൾ നമ്മൾ കണ്ടു, അതിനിടയിലുണ്ട് കുറച്ച് സ്ഥലം അവർക്ക് കൃഷി ചെയ്യാൻ കിട്ടിയപ്പോൾ അവിടെ കൃഷി ചെയ്തവര് വാഴ കൃഷി ചെയ്യണുണ്ടാവും. വാഴ കുറച്ച് സ്ഥലം അവർക്ക് കൃഷി ചെയ്യാൻ കിട്ടി. അപ്പോൾ ആ കിട്ടിയ സ്ഥലത്ത് ഒരു കൃഷി. ഇപ്പുറത്ത് അടുത്ത പാടം കണ്ടാവും, നെൽപ്പാടം. അവിടെ കുറച്ച് നമ്മുടെ നേട്ടാണ് ആ നെൽപ്പാടമൊക്കെ ഇപ്പം നികത്തി വീട് വെച്ചിട്ട് പോകും. അവിടെ അവർ കൃഷി ചെയ്തവരുണ്ട്, നെല്ല് കൃഷി ചെയ്തവരുണ്ടോ. സൂര്യൻ ചേട്ടൻ അസ്തമിക്കാൻ തുടങ്ങാനുള്ള വർഷങ്ങൾ തുടങ്ങിയാണ്. സൂര്യൻ ചേട്ടൻ അസ്തമിക്കാനുള്ള പരിപാടിയായി. ഇന്ന് പകലാ വണ്ടിയിട്ട് എടുത്തോണ്ടല്ലോ, നല്ല സുഖനാ. സെക്യൂരിറ്റിക്കാരാ കൂട്ടിപ്പോയി ഹോട്ടലില്, അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ്റെ ഒരു 20 ഒരാൾ പാവം നമ്മുടെ വണ്ടിക്ക് വണ്ടിക്ക് എന്നിട്ട് നോക്കിയാൽ നല്ല സൗകര്യമാണ്. സുഖമായിട്ട് കിടന്നു പറയും, ഒന്നും അറിഞ്ഞില്ല എന്നുള്ള. ചൂട് കുറഞ്ഞിട്ടെന്ന് പറഞ്ഞാലേ സൂര്യനൊക്കെ ഒരു 6 മണി എന്താ ആവിയാണ് മാറണ്ടേ. നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളാണ്. ഹൈവേയുടെ സൈഡിലുള്ള ഗ്രാമപ്രദേശങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൃഷികളും ഉള്ള ഗ്രാമങ്ങളാണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത വീടുകളുണ്ട്, കൃഷി സ്ഥലങ്ങളുണ്ട്, തെങ്ങുതോട്ടങ്ങളുണ്ട്. തെങ്ങുതോട്ട കൃഷി തെങ്ങും നെല്ലും ഉണ്ട്. ഒരു വണ്ടം മല കണ്ടോ, ആ മലയിൽ മുഴുവൻ ഉരുളൻ കല്ലുകളോ കണ്ടോ, നമ്മളായിട്ടിരിക്കുന്ന ഉരുളൻ കല്ലുകളോ. ഉരുളൻ കല്ലുകളോ അത് കൊറേ കൊണ്ട് താഴെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലുള്ള മാവുന്തോപ്പാണ്, മാവുന്തോപ്പ്. ഇതല്ല, അപ്പൊ നമ്മളാ മലയുടെ തൊട്ടടുത്തെത്തി. ഓക്കെ, കല്ലിൻ്റെ അടിയിലൊക്കെ വീടുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ താമസിക്കാൻ സമ്മതിക്കണം അല്ലേ. അതിന് മുകളിൽ നിന്ന് കല്ലെങ്ങാനും അല്ലേ. അപ്പൊ നമ്മളാ മലയുടെ തൊട്ടടുത്ത് കണ്ടോ
കല്ലുകൾ കണ്ടോ, മാത്രം കല്ലാന്ന്. ഇതൊക്കെ തൊട്ട് സൈഡിൽ തന്നെ വീടും ഹോട്ടലും. സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. ചുമന്ന കളറ്. ഇതെന്തോ മുൾക്കാട് പോലത്തെ കാടുകളാ. കൃഷ്ണഗിരിക്ക് 21 കിലോമീറ്റർ. നമ്മുടെ മുമ്പിലേക്ക് ഒരു വണ്ടം മല നോക്കിയ, വണ്ടം മല. വലിയ മലയാ, പാറക്കൂട്ടമാണ്, പാറക്കൂട്ടം. ഇപ്പൊ ഇരുട്ടായി, സന്ധ്യയായില്ല. കാരണം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ പിടിച്ചോടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോ കൃഷ്ണഗിരി ആയി, വെല്ല് പിടിക്കുന്ന കാരണേ കൃഷ്ണഗിരി ആയി. ഇപ്പൊ നമ്മൾ ഞാൻ നിസ്സാര ദൂരമുള്ള കൃഷ്ണഗിരി. അപ്പൊ ഇന്ന് രാത്രി തന്നെ നമ്മൾ കോയമ്പത്തൂർ എത്തും, ലോഡ് ഇറക്കുന്നിടത്ത് എത്തും. അപ്പൊ നാളെ ഇനി ലോഡ് ഇറക്കുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഞാനെൻ്റെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക.